റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പോലീസിലെ വ്യാപക സ്ഥലം മാറ്റ നടപടികൾ നിർത്തിവെക്കണമെന്ന് പോലീസ് അസോസിയേഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നു. തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. മാനദണ്ഡം ലംഘിച്ച് സ്ഥലം മാറ്റുന്നുവെന്നും എസ്ഐമാരുടെ മാറ്റത്തിൽ മാനുവൽ വരെ ലംഘിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. രോഗികളെ ഉൾപ്പെടെ മുന്നറിയിപ്പില്ലാതെ മാറ്റുന്നുവെന്നും പരാതി. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, സർക്കാർ മാറിയതോടുകൂടി കൂട്ട സ്ഥലം മാറ്റമാണ്. ഇതിനെതിരെയാണോ ഇപ്പോൾ പോലീസ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്? കണ്ണിൽ ചോരയില്ലാത്ത മാറ്റങ്ങളാണോ ഹരിമോഹൻ? മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. പോലീസ് അസോസിയേഷൻ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഈ സ്കൂൾ തുറന്നതിന് ശേഷം പോലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥലം മാറ്റങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പൊതു സ്ഥലം മാറ്റങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമായ ചില സ്ഥലം മാറ്റങ്ങൾ കൂടി നടക്കുന്നു. സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ സ്കൂൾ തുറന്നതിന് ശേഷം സ്ഥലം മാറ്റം നൽകുന്നത് ആ ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിന് അടിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അടക്കം ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ചില പ്രത്യേക പരിഗണന കിട്ടേണ്ട ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതായത് രോഗബാധിതരായവർ, കുടുംബത്തിൽ ആരെങ്കിലും രോഗബാധിതരായിട്ടുണ്ടെങ്കിൽ അവർ, അതുപോലെ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ, ഇവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകാതെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന പൊതുസ്ഥലം മാറ്റങ്ങളിലും ഒപ്പം ഭരണ സൗകര്യാർത്ഥം എന്ന പേരിൽ നടക്കുന്ന സ്ഥലം മാറ്റങ്ങൾക്കുമൊക്കെ തന്നെ ഇവരെ വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, കേരള പോലീസ് മാനുവലിന്റെയും കേരള പോലീസ് ആക്ടിന്റെ ലംഘനം കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള സാങ്കേതിക പ്രശ്നം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് CPM മുതൽ SI വരെയുള്ളവർക്ക് ഒരു സ്റ്റേഷനിൽ 3 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ നൽകാൻ പാടില്ല എന്ന് കേരള പോലീസ് മാനുവലുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് 2 വർഷം പോലും പൂർത്തിയാക്കാത്തവരെ ഈ ഘട്ടത്തിൽ, അതായത് UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അസോസിയേഷൻ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ട്രാൻസ്ഫർ, അത് താൽക്കാലികമായി ആ നടപടികൾ നിർത്തിവെക്കണം. മറിച്ച് നേരത്തെ ഈ പോലീസ് മാനുവലിൽ പറയുന്നത് പോലെ ആദ്യം കരട് പട്ടിക പ്രസിദ്ധീകരിക്കണം. ആ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരാഴ്ച സമയമെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി വേണം. നിലവിൽ അങ്ങനെ ഒരു തരത്തിലുള്ള സാഹചര്യവും ഒരുക്കാതെയാണ് ഈ സ്ഥലം മാറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് പോലീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണ സർക്കാർ മാറുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങളൊക്കെ പതിവാണ്. ഇതിത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. മാനുവലൊക്കെ ലംഘിച്ചാണ് പല SIമാരെയും സ്ഥലം മാറ്റിയിരിക്കുന്നത്. രോഗികളായ പല ഉദ്യോഗസ്ഥന്മാരും സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ വേണോ എന്നുള്ളതാണ്. സർക്കാർ ഒന്നുകൂടി ഒന്ന് പുനരാലോചിക്കണം. പ്രത്യേകിച്ച് മാനുവലൊക്കെ ലംഘിച്ച് അങ്ങനെ സ്ഥലം മാറ്റുന്നത് ഈ സർവീസിൻ്റെ തന്നെ സുതാര്യതയും അതിൻ്റെ നിഷ്പക്ഷതയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും അത് വേണം. എല്ലാ കാലത്തും ഇത് ഉണ്ടാവാറുണ്ട്. ഇക്കുറി ഇത്തിരി കൂടിപ്പോയി എന്നുള്ളതാണ് അസോസിയേഷൻ്റെ ഒരു പരാതിയിൽ പറയുന്നത്.